മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ച ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. ചർച്ച നടത്തുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയുണ്ട്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുണ്ട്, സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലുണ്ട്. അതുപോലെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ചയാണ്. ഈ ചർച്ചയിലും തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഹൈക്കമാൻഡ് ഇപ്പോഴും കെ.സിയോടൊപ്പം നിൽക്കുകയാണ്. ഭൂരിപക്ഷം എം.എൽ.എമാർ കെ.സിയുടെ പേര് പറഞ്ഞാൽ പിന്നെ എങ്ങനെ മാറ്റാൻ കഴിയും എന്ന ചോദ്യമാണ് ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയോടും വി.ഡി. സതീശനോടും ചോദിക്കുന്നത്. വി.ഡി. സതീശൻ പക്ഷേ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പറവൂരിൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കാം, പകരം കെ.സി. വേണുഗോപാൽ പറവൂരിൽ മത്സരിക്കട്ടെ, ഞാൻ കെ.സി. വേണുഗോപാലിനെ ജയിപ്പിച്ചു വിടാം. ഇതാണ് ഏറ്റവും ഒടുവിൽ വി.ഡി. സതീശൻ ഹൈക്കമാൻഡിൽ മുന്നിൽ വെച്ചിരിക്കുന്ന കാര്യം. എന്ന് വെച്ചാൽ ഒരടി പോലും ഞാൻ പിറകോട്ടില്ല എന്ന് തന്നെ. മുഖ്യമന്ത്രിയല്ലാതെ മറ്റ് ഒരു ഓപ്ഷനും എൻ്റെ മുന്നിലില്ല എന്ന നിലപാടാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഏറ്റുമുട്ടൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ രമേശ് ചെന്നിത്തല ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി വരുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഞാൻ മന്ത്രിസഭയിലേക്കേ ഇല്ല, കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രിയെങ്കിൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കാം, പറവൂരിൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കാം, അവിടെ കെ.സി. വേണുഗോപാൽ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഹൈക്കമാൻഡിന്റെ നിലപാടിനോട് വിയോജിക്കുന്നു, ഹൈക്കമാൻഡിനെ തള്ളിപ്പറയുന്നു, കോൺഗ്രസ് നേതൃത്വത്തെ തള്ളിപ്പറയുന്നു, എം.എൽ.എമാരുടെ നിലപാടിനെ തള്ളിപ്പറയുന്നു വി.ഡി. സതീശൻ. ജനങ്ങളെ തെരുവിലിറക്കിയും ഘടകകക്ഷികളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിയും മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ വി.ഡി. സതീശൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ നില അനുസരിച്ച് കെ.സി. വേണുഗോപാലിനോടൊപ്പം തന്നെയാണ് ഹൈക്കമാൻഡ്. കാരണം ഭൂരിപക്ഷം എം.എൽ.എമാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനാണ്. അതുകൊണ്ട് തന്നെ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രമേശ് ചെന്നിത്തല നിശബ്ദനാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സീനിയോറിറ്റി പരിഗണിച്ച് എന്നെ പരിഗണിക്കണം എന്ന് പറയുന്നു. ഒരു ടേമെങ്കിലും മുഖ്യമന്ത്രിയായി തന്നെ പരിഗണിക്കണം എന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വി.ഡി. സതീശൻ അയയുന്നില്ല. അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയല്ലാതെ മറ്റൊരു പദവിയും എനിക്ക് വേണ്ട. ഇതാണ് ഇപ്പോഴത്തെ വി.ഡി. സതീശന്റെ നിലപാട്. അതിനു മുന്നിലാണ് ചർച്ച വഴിമുട്ടി നിൽക്കുന്നത്.